dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Moatipura. Today I am going to discuss about accounting for consignment, and it is a part of semester 1 BCom MG University students. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഫാം അക്കൗണ്ട്സ് എന്താണെന്നുള്ളതും അതിൻ്റെ കുറേ പ്രോബ്ലംസും ഒക്കെ കണ്ടു കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1-ലെ 4th മൊഡ്യൂളായ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. Consignment means the transfer of possession of goods from the owner called consignor to another person called consignee for the purpose of selling the goods on commission basis. എന്താണ് കൺസൈൻമെൻറ്റ്? ഇപ്പം ഞാനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ആ സാധനത്തിൻ്റെ ഓണറാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഈ സാധനം കൊണ്ട് നടന്ന് വിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഇതൊന്ന് വിറ്റു തരാനായിട്ട് മറ്റൊരു ഏജൻറ്റിനെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഓണർ ഓഫ് ദി ഗുഡ്സ് മറ്റൊരാളെ കൊണ്ട് തനിക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ ഏൽപ്പിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ ആ കൈമാറുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് കൺസൈൻമെൻറ്റ്. അപ്പോൾ അതൊരു വലിയ കമ്പനി ആവാം, എന്തും ആവാം, അവരവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കാനായിട്ട് മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഏജൻറ്റൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ വരാറില്ലേ പല പ്രോഡക്റ്റ്സുമായിട്ട്, അതൊക്കെ ഒരു തരത്തിൽ കൺസൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ വലിയ കമ്പനികൾ അവരുടെ കുറേ അധികം പ്രോഡക്റ്റ്സ് ഒരു ഹോൾസെയിൽ രീതിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, എമൗണ്ട് ഒന്നും മേടിക്കുന്നില്ല. ദെൻ വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന പൈസ ഈ പറയുന്ന ഏജൻറ്റ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഏജൻറ്റിന് ഈ ഓണർ ഒരു കമ്മീഷൻ കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് കൺസൈൻമെൻറ്റ്. അപ്പം ഞാനാണ് കൺസൈനറെങ്കിൽ എൻ്റെ കുറേ ഗുഡ്സ് ഞാൻ മറ്റൊരാളെ വിൽക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അയാൾ വിറ്റിൻ്റെ കൊണ്ട് എമൗണ്ട് തരുമ്പോൾ ഞാൻ അയാൾക്കൊരു കമ്മീഷനും, ആ സെയിൽസിൻ്റെ എത്ര ശതമാനമാണോ അയാൾക്കൊരു കമ്മീഷനും കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇനി കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കുറച്ച് വേർഡ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദ പേഴ്സൺ സെൻഡ് ദി ഗുഡ്സ് ആസ് നോൺ ആസ് കൺസൈനർ. നമ്മളൊരു സാധനം വിൽക്കാനായിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ആ ഒരു ഗുഡ്സ് ഏൽപ്പിക്കുന്ന വ്യക്തിയെ നമ്മൾ കൺസൈനർ എന്ന് വിളിക്കും. ദ പേഴ്സൺ ടു ഹും ദ ഗുഡ്സ് ആർ സെൻഡ് ഈസ് നോൺ ആസ് കൺസൈനി. ആരെ കൊണ്ടാണോ വിൽപ്പിക്കുന്നത്, ആരുടെ കയ്യിലേക്കാണോ ഗുഡ്സ് കൊടുക്കുന്നത് അയാളെ കൺസൈനി എന്ന് വിളിക്കും. ദ കൺസൈൻമെൻറ്റ് ഈസ് ഔട്ട്വേർഡ് കൺസൈൻ ഫോർ ദി പേഴ്സൺ ഹു സെൻഡ് ദി ഗുഡ്സ് ഫോർ സെയിൽ. ഇപ്പം ഞാൻ വിൽക്കാനായിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റ് ആണ്. ഞാൻ മറ്റൊരാൾക്ക് ആ സാധനം ഏൽപ്പിച്ചു, അപ്പം ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റ് ആണ്. എന്നാൽ കൺസൈൻമെൻറ്റ് ഈസ് ഇൻവേർഡ് കൺസൈൻമെൻറ്റ് ഫോർ ദി പേഴ്സൺ ഹു റിസീവ് ദ ഗുഡ്സ് ഫോർ സെയിൽ. എന്നാൽ കൺസൈനിയെ സംബന്ധിച്ച് കൺസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവേർഡാണ്, അയാളുടെ കയ്യിലേക്ക് ഞാൻ ഗുഡ്സ് കൊടുക്കുകയാണ് അല്ലേ. അപ്പം കൺസൈനർക്ക് ഔട്ട്വേർഡും കൺസൈനിക്ക് ഇൻവേർഡുമാണ്. ഓക്കെ, ദ ഗുഡ്സ് സോ സെൻറ്റ് ആർ ടേംഡ് ആസ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പം ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്ക് വിൽക്കാനായിട്ട് ഏൽപ്പിക്കുന്ന ആ ഗുഡ്സിനെ നമ്മൾ കൺസൈൻമെൻറ്റ് അനുസരിച്ച് എങ്ങനെ വിളിക്കും? ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ടേംസ് ഒന്ന് ഓർത്തോളുക. വിൽക്കാനായി ഏൽപ്പിക്കുന്നയാൾ കൺസൈനർ, വിറ്റ് കൊടുക്കുന്നയാൾ കൺസൈനി, കൺസൈനർക്ക് ഔട്ട്വേർഡ് കൺസൈൻമെൻറ്റും കൺസൈനിക്ക് ഇൻവേർഡ് കൺസൈൻമെൻറ്റും, അത്തരത്തിൽ കൊടുക്കുന്ന ഗുഡ്സിനെ നമ്മൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ്. എന്തൊക്കെയാണ് കൺസൈൻമെൻറ്റിൻ്റെ പ്രത്യേകതകൾ? പ്രിൻസിപ്പിൾ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ഈ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിളും ഏജൻറ്റും പോലെയാണ്. ഓക്കെ, ഞാൻ എൻ്റെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇപ്പോൾ ഒരു ബ്രോക്കറെ ഏൽപ്പിക്കുന്ന പോലെയോ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്ന പോലെയോ ഒക്കെ തന്നെയാണ് ഈ കൺസൈൻമെൻറ്റിൻ്റെ റിലേഷൻഷിപ്പ്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഓൺലി പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്, ഓണർഷിപ്പ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. അപ്പം ഞാനാണ് കൺസൈനറെങ്കിൽ ഞാൻ ഗുഡ്സ് മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ജസ്റ്റ് ഗുഡ്സ് കൈമാറി എന്നല്ലാതെ അതിൻ്റെ ഓണർഷിപ്പ് ഈ പറയുന്ന വ്യക്തിക്ക് കൈമാറുന്നില്ല. സാധനം മാത്രമേ കൈമാറ്റം ചെയ്യുന്നുള്ളൂ, ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ദെൻ റിസ്ക് ഓഫ് ഗുഡ്സ് റിമൈൻ വിത്ത് ദ കൺസൈനർ. ഈ വിൽക്കാനായിട്ട് കൊടുത്ത ഗുഡ്സിന് എന്ത് ഡാമേജ് വന്നാലും അതൊക്കെ ആര് തന്നെ വഹിച്ചോണം? കൺസൈനർ, അതായത് ശരിക്കുള്ള റിയൽ ഓണർ തന്നെ അതിൻ്റെ ഗുഡ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വഹിച്ചോണം, ചിലവൊക്കെ എടുത്തോണം. കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ആൻ എഗ്രീഡ് കമ്മീഷൻ. അപ്പോൾ ഈ ഗുഡ്സ് ഇങ്ങനെ വിറ്റ് കൊടുക്കുന്നതിന് കൺസൈനിക്ക് എന്ത് കിട്ടും? ഒരു എഗ്രീഡ് കമ്മീഷൻ കിട്ടും. അതാണ് കൺസൈനിയുടെ വരുമാനം. ഓക്കെ, കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്. ഇനി ഈ ഗുഡ്സ്
പുള്ളിക്കാരൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺസൈനി കയ്യിൽ പിടിച്ചുകൊണ്ട് വിൽക്കാനായിട്ട് കൊണ്ടുനടക്കുന്ന സമയത്തോ മറ്റോ ഒക്കെ ആയിട്ട് ഈ ഗുഡ്സിന് എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒക്കെ സംഭവിച്ചെന്ന് വിചാരിക്കുക. അത് കൺസൈനിയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ ആര് കൊടുക്കണം? ശരിക്കും ഓണർ, കൺസൈനർ തന്നെ ആ എക്സ്പെൻസ് ഒക്കെ ഇയാൾക്ക് കൊടുക്കണം. ദ സെയിൽ പ്രൊസീഡ്സ് ബിലോങ് ടു ദി കൺസൈനർ. വിറ്റ് കിട്ടുന്ന പൈസ ആർക്ക് കൊണ്ട് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ബിലോങ് ടു ദി കൺസൈനർ. ഈ സാധനം വിൽക്കുമ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിനും അവകാശി ആര് തന്നെയായിരിക്കും? കൺസൈനർ തന്നെയായിരിക്കും. ദ അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് ദ കൺസൈനി ഈ സ്റ്റോക്ക് ഓഫ് ദി കൺസൈനർ. ഇനി ഇപ്പോൾ ഒരു ദിവസം ഫുൾ വിൽക്കാനായിട്ട് ഇയാൾ നടന്നു, വൈകുന്നേരം ആയപ്പോൾ കുറച്ച് സ്റ്റോക്ക് കൺസൈനറുടെ കയ്യിൽ മിച്ചമിരിപ്പുണ്ട്. അത് ശരിക്കും കൺസൈനറുടെ സ്റ്റോക്കല്ല. ആരുടെ സ്റ്റോക്കാണ്? കൺസൈനറുടെ സ്റ്റോക്കാണ്. The goods can be repossessed by the consignee by the consignor from the consignee at any time. ഇനി ഇങ്ങനെ വിൽക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഗുഡ്സ് ചിലപ്പോൾ ഈ പറയുന്ന കൺസൈനി വിൽക്കുന്നില്ല എന്ന് കണ്ടെങ്കിലോ, അല്ലെങ്കിൽ അയാളത്ര ശരിയല്ല എന്ന് കണ്ടെങ്കിലോ, അല്ലെങ്കിൽ തൽക്കാലം വിൽക്കണ്ട എന്നൊക്കെ തോന്നുവാണെങ്കിലോ ഏത് സമയത്തും ഇത്തരത്തിൽ അയച്ചേക്കുന്ന ഗുഡ്സ് തിരിച്ചു ചോദിക്കാനുള്ള അവകാശവും തിരിച്ച് മേടിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? കൺസൈനർക്ക് ഉണ്ട്. അപ്പം ഇതാണ് ബേസിക്കായിട്ട് ഒരു കൺസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, എല്ലാ പോയിൻറ്റ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ടേംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ടേംസ് യൂസ്ഡ് ഇൻ കൺസൈൻമെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഫോർമ ഇൻവോയ്സ് ആണ്. അതെന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനർ ആൻഡ് സെൻഡ് ടു ദി കൺസൈനി സ്റ്റേറ്റിംഗ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ് ഡിസ്പാച്ച്ഡ്. ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് കൺസൈനർ കൺസൈനിയെ ഏൽപ്പിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, വില എങ്ങനെയാണ്, ഗുഡ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രൊഫോർമ ഇൻവോയ്സ്. ഓക്കെ, സാധനത്തിൻ്റെ വില എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര എണ്ണ ഉണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രൊഫോർമ ഇൻവോയ്സ്. ഇനി അടുത്തതാണ് അക്കൗണ്ട് സെയിൽ. It is a statement sent by the consignee to the consignor periodically stating the information like sales made, expenses incurred on behalf of the consignor, commission earned, etc. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് വെച്ചാൽ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ കൺസൈനി ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര സെയിൽ നടന്നു, ഇനി എത്ര ഗുഡ്സ് മിച്ചം ഇരിപ്പുണ്ട്, എത്ര രൂപ ചിലവായി, ഇതുവരെ എനിക്ക് എത്ര കമ്മീഷൻ നിങ്ങൾ തന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് കൺസൈനി കൺസൈനർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് അക്കൗണ്ട് സെയിൽ. ഓക്കെ, അപ്പോൾ കൺസൈനർ കൊടുക്കുന്നത് പ്രൊഫോർമ ഇൻവോയ്സും കൺസൈനി കൊടുക്കുന്നത് അക്കൗണ്ട് സെയിലും. ഇനി കമ്മീഷൻ എന്താണെന്ന് നോക്കാൻ പോണത്. കമ്മീഷൻ ഈസ് ദി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ആ ഒരു റെമ്യൂണറേഷനാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരമുണ്ട്, നോക്കുക ഏതൊക്കെയാണ്. ഓർഡിനറി കമ്മീഷൻ അതെന്താണെന്ന് നോക്കിയേ. യൂഷ്വലി പെയ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദി സെയിൽ പ്രൊസീഡ് ആണ് കേട്ടോ. അത് യൂഷ്വലി പെയ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദി സെയിൽ പ്രൊസീഡ്സ് ആണ്, സെയിക്കല്ല സെയിൽ പ്രൊസീഡ്സ്. നമ്മളിപ്പം 1,00,000 രൂപയുടെ കച്ചവടം നടത്തിയെങ്കിൽ അതിൻ്റെ ഒരു 10% അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര രൂപയുടെ സെയിലാണോ നടക്കുന്നത് അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കുന്നു വേണ്ടുന്നതാണ് ഓർഡിനറി കമ്മീഷൻ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ കമ്മീഷൻ. ഇറ്റ് ഈസ് ദി കമ്മീഷൻ വിച്ച് ദ കൺസൈനി ഗെറ്റ്സ് ഓവർ ആൻഡ് എബവ് ദ ഓർഡിനറി കമ്മീഷൻ. ഇറ്റ് ഈസ് ദി കമ്മീഷൻ വിച്ച് ദ കൺസൈനി ഗെറ്റ്സ് ഓവർ ആൻഡ് എബവ് ദി ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷനെക്കാട്ടിലും കുറച്ച് മുകളിൽ, അതായത് ഇപ്പം നമ്മൾ സെയിൽസിൻ്റെ 10% ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞു, അതിന് പുറമേ കുറച്ച് കമ്മീഷനും കൂടി ഇയാൾക്ക് കിട്ടുന്നുവെങ്കിൽ അതിന് പറയുന്നതാണ് സ്പെഷ്യൽ കമ്മീഷൻ. അത് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഡെൽ ക്രെഡർ കമ്മീഷൻ. ഡെൽ ക്രെഡർ കമ്മീഷൻ. It is an additional commission given by the consignor to the consignee for bearing the loss on account of bad debt is to be borne by the consignee himself. എന്താണെന്ന് നോക്കിയേ. നമുക്കറിയാം ബാഡ് ഡെറ്റ് എന്ന് വെച്ചാൽ എന്താണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് കടത്തിൽ സാധനം വിറ്റു, അയാൾ പൈസ തരാതെ നമ്മളെ പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ബാഡ് ഡെറ്റ്. ശരിക്കും കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ ബാഡ് ഡെറ്റ് ഒക്കെ വഹിക്കേണ്ടത് ആര് തന്നെയാണ്? റിയൽ ഓണറായ കൺസൈനർ തന്നെയാണ് ബാഡ് ഡെറ്റ് മൂലം ഉണ്ടാകുന്ന നഷ്ടമൊക്കെ സഹിക്കേണ്ടത്. പക്ഷേ നമ്മുടെ കൺസൈനി പറയുകയാണ് ബാഡ് ഡെറ്റ് എങ്ങാനും വരുവാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം, എനിക്ക് അതിനും കൂടെ ചേർത്തൊരു കമ്മീഷൻ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത്തരത്തിൽ കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ. എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും കസ്റ്റമർ, ഈ പറയുന്ന കൺസൈനി സാധനം വിറ്റ ഏതെങ്കിലും കസ്റ്റമർ പൈസ തന്നില്ലെങ്കിൽ ആ നഷ്ടം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോളാം, പകരം എനിക്ക് നിങ്ങളൊരു കമ്മീഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കമ്മീഷൻ, കൺസൈനി ഒരു കമ്മീഷൻ മേടിക്കുന്നുവെങ്കിൽ അതിന് പറയുന്നതാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ. അപ്പോൾ ബാഡ് ഡെറ്റ് വന്നില്ലെങ്കിൽ
പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ബാലറ്റ് വന്നാൽ മാത്രമേ ആർക്ക് നഷ്ടമുള്ളൂ? കൺസൈനിക്ക് നഷ്ടമുള്ളൂ. ഇനി അടുത്തതാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. It is generally offered when the agent is required to put in hard work in introducing a new product in the market or for effecting sales at a price higher than the price fixed by the consignor. ഇപ്പോൾ കൺസൈനോട് പറഞ്ഞേക്കുന്നത് ഒരു വസ്തു 100 രൂപയ്ക്ക് വിൽക്കാനാണെന്ന് വിചാരിക്കുക. പക്ഷേ കൺസൈനി നല്ല മിടുക്കനായതുകൊണ്ട് അയാൾ ചിലപ്പം ആ സെയിം പ്രോഡക്റ്റ് 200 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കുക. 100 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് വിറ്റു. അപ്പം അതൊക്കെ കൺസൈനറെ സംബന്ധിച്ച് എന്താണ്? കൂടുതൽ മെച്ചമാണ്. അപ്പം അത്തരത്തിൽ കൺസൈനർ ഫിക്സ് ചെയ്തേക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടിന് സാധനങ്ങൾ വിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം വിൽക്കാനായിട്ട് കൺസൈനി സ്വന്തമായിട്ട് എന്തെങ്കിലും കുറച്ച് എഫേർട്ട് ഇട്ടെന്ന് വിചാരിക്കുക. കയ്യിൽ നിന്ന് കുറച്ച് സാധനം ചിലവെടുത്തുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഫേർട്ടോ കുറച്ച് പരസ്യം ചെയ്തുവോ അങ്ങനെയൊക്കെ ചെയ്ത് അയാൾ കുറച്ച് എഫേർട്ട് സ്വന്തമായിട്ട് ഇട്ടാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് വിറ്റിരിക്കുന്നതെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ കമ്മീഷൻ 2 തരം: ഓർഡിനറി കമ്മീഷനും സ്പെഷ്യൽ കമ്മീഷനും. ഓർഡിനറി ആണെങ്കിൽ സെയിൽസിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ 2 തരമുണ്ട്. ഡെലിക്രഡർ കമ്മീഷൻ എന്ന് വെച്ചാൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് വഹിച്ചാൽ കൊടുക്കുന്ന കമ്മീഷനും. ഓവർ റൈഡിംഗ് എന്ന് വെച്ചാൽ പുള്ളി പ്രൈസ് കൂട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഫേർട്ട് എടുത്താണ് വിൽക്കുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറിയാണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.